ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. പഴവും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത ശേഷം നമുക്ക് പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ കളറ് മാറി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സൈഡ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഒരു 2 ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറുകപ്പട്ട പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നല്ലൊരു പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഈ മിക്സിനകത്ത് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച ശേഷം നമ്മൾ പഴം ഫ്രൈ ചെയ്തെടുത്തില്ല, ആ പാൻ തന്നെ വെച്ചാൽ മതി. അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാന് നല്ലപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഒരു സൈഡ് നല്ലപോലെ നിറം മാറി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ആ സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. മറിച്ചിട്ട ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.